സോളാർ പാനൽ ആർക്കൊക്കെ വേണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സോളാർ വെച്ചാൽ പ്രോഫിറ്റാണ്, സോളാർ വെച്ചാൽ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ശരിക്കും സത്യാവസ്ഥ, ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്തെന്നാൽ സോളാർ നമുക്ക് എല്ലാവർക്കും ഒരു ആപ്റ്റായിട്ടുള്ള ഒരു സംഭവമല്ല. 3000-ഓ അതിലധികമോ ബില്ല് വരുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വീടിനെ സോളാർ ആവശ്യമായിട്ട് വരണുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സോളാർ വെച്ച് കഴിഞ്ഞാൽ 0 കറണ്ട് ബില്ലാണ്, 1 രൂപ പോലും കറണ്ട് ബില്ല് കൊടുക്കണ്ട, നമുക്ക് എന്തോരം വേണമെങ്കിലും കറണ്ട് ഉപയോഗിക്കാം, ഫ്രീ ആണ് പിന്നെ എല്ലാം, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്തെന്നാൽ സോളാർ വെച്ചാൽ ഒരിക്കലും നമുക്കൊരു 0 ബില്ലാവില്ല. KCBയുടെ ഒരു ഫിക്സഡ് ചാർജ്, മീറ്റർ വാടക, അങ്ങനെ രണ്ട് മൂന്ന് കാറ്റഗറി പ്രൈസുകൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് KCBക്ക്. ഓക്കെ, അപ്പോൾ മിനിമം ബില്ലായിട്ട് ഇപ്പോൾ ഒരു സിംഗിൾ ഫേസ് വീടാണെന്നുണ്ടെങ്കിൽ 250 രൂപയിൽ താഴെയായിട്ടും, 3 ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 400-300 രൂപയിൽ താഴെയായിട്ടൊരു ബില്ല് സോളാർ വെച്ചാൽ എന്തൊക്കെ വന്നാലും നമുക്ക് വരും. എല്ലാ മാസം നമുക്ക് വരും. ഇപ്പൊ ഒരു 3 കിലോവാട്ട് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ദിവസം ഒരു 12 യൂണിറ്റ് പ്രൊഡക്ഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് മാസം ഒരു ആവറേജ് 360 യൂണിറ്റ് പ്രൊഡക്ഷൻ നമുക്ക് സോളാറിൽ നിന്ന് മാക്സിമം കിട്ടുള്ളൂ. ഇപ്പൊ ഒരു 5000-6000 രൂപ വരുന്ന വീടാണെന്നുണ്ടെങ്കിൽ 3 കിലോവാട്ട് ഓക്കെ ആണ്. 5000 രൂപക്ക് മുകളിൽ കറണ്ട് ആശ് വരുന്നവർക്കാണ് അല്ലെ, 3000 രൂപക്കെങ്കിലും മുകളിൽ വന്നാൽ മതി. അപ്പോഴാണ് നമുക്കൊരു മാക്സിമം താരം. അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ നഷ്ടം തന്നെയാണ്. അല്ലാത്ത തീർച്ചയായിട്ടും നഷ്ടമാണ്. 3000-ൽ താഴെയുള്ള ഒരു സ്വാഭാവികമായിട്ട് ഫ്യൂച്ചർ സോളാർ അത് സപ്പോർട്ട് ചെയ്യാറില്ല. മാക്സിമം സോളാർ ഇൻസ്റ്റലേഷൻ സപ്പോർട്ട് ചെയ്യാറില്ല 3000-ൽ താഴെ വരുമ്പോൾ. കാരണം അതില് വച്ചുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ഇല്ല. അതിന്റെ ഒരു കാരണം എന്താണ് ശരിക്കും? അത് എന്താ ഒരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സൽമാൻ, അതിപ്പോ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാറിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 3.5 വർഷം അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് നമുക്ക് ആ ഫണ്ട് ബ്രേക്ക് ഈവൺ ആവും. അതായത് ഇപ്പോ 1-2 ലക്ഷം രൂപയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് നമുക്കൊരു 4 വർഷം മാക്സിമം കൊണ്ട് നമുക്ക് റിട്ടേൺ അത് മുതലാവണം നമുക്ക്. അതിനുശേഷം അതായത് 5 വർഷം മുതലുള്ള പിന്നീട് അങ്ങോട്ട് കാലത്തോട്ട് സോളാർ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കണം, ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കണം. ഈ 3000-ൽ താഴെ ബില്ല് വരുന്ന ഒരു വ്യക്തി ഒരു 3 കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ ബ്രേക്ക് ഈവൺ ആവാനായിട്ട് മിനിമം ഒരു 6-7 വർഷമെങ്കിലും എടുക്കും. അതുകൊണ്ടാണ് സാധാരണ ഞങ്ങൾ അത് സപ്പോർട്ട് ചെയ്യാത്തത്. മിനിമം ഒരു 3000-ന് എബോവ് എങ്കിലും നമുക്കൊരു ബില്ല്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പൊ ഒരു 3000-ഓ അതിലധികമോ ബില്ല് വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് നിരന്തര ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടാണ്. ഇനിയും ഇതുപോലുള്ള ചോദ്യങ്ങളായിട്ട് വീണ്ടും വരാം. സഹകരിച്ചതിന് നന്ദി. ഫ്യൂച്ചർ സോളാറിന്റെ ഒരുപാട് സേവനങ്ങൾ ആളുകൾക്ക് എത്തിയിട്ട് നന്ദി, നമസ്കാരം.